നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ സ്നേഹബന്ധങ്ങൾ തൊട്ടിൽ മുതൽ കബറിടം വരെയുണ്ടാകും എന്ന് പറയാറുണ്ട്. അത് എത്രമേൽ ഹൃദയം കൊണ്ട് നിഷ്കളങ്കമായി നാം ഓരോ സംഗതിയെയും സ്നേഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഞാൻ എപ്പോഴോ എൻ്റെ വാപ്പയുടെ കാര്യം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ വാപ്പ വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു. 10 മക്കളിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. കുടുംബത്തിലാണ് വാപ്പ ഉണ്ടായിരുന്നത്. ഈ വാപ്പയ്ക്ക് കുറച്ച് പ്രായമായപ്പോൾ അൽഷേമസ് അഥവാ മറവി രോഗം പിടിപെടുന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയും പല രൂപത്തിൽ കാണിക്കുന്നു. പതിവില്ലാത്ത വിധം ചിരിക്കുന്നു, തമാശ പറയുന്നു. എന്നോടും എൻ്റെ ഇക്കയോടും വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും വരുന്നു. അതൊന്നും ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു വാപ്പയുടെ രീതിയായിരുന്നില്ല. എന്നാൽ പിന്നീട് അതിങ്ങനെ കുറഞ്ഞ് മറ്റൊരു രൂപത്തിലേക്കാവുകയും ഏറ്റവും ഒടുവിൽ അങ്ങ് കട്ടിലിൽ കിടപ്പാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ഏതാണ്ട് 2-2.5-3 വർഷക്കാലത്തോളം കിടക്കുകയും ചെയ്തു. ഞാൻ താമസിക്കുന്ന കുടുംബത്തിലാണ് വാപ്പയുള്ളത്. ഒരുപക്ഷെ വാപ്പയോടൊപ്പം പൂർണ്ണമായ സമയം ഉണ്ടായിരുന്ന ആളും, കാരണം ബാക്കി സഹോദരങ്ങളൊക്കെയും വീട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തൊട്ടടുത്ത് തന്നെയാണെങ്കിലും മാറുമ്പോഴേക്കും ഒപ്പമുണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ സൗഭാഗ്യം അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളുമാണ് ഞാൻ. അങ്ങനെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു. തീരെ കിടപ്പാകുന്നതിന് മുമ്പ് വാപ്പയെ കുളിപ്പിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ പിന്നീട് കിടപ്പാകുമ്പോൾ നമുക്കും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും താങ്ങേണ്ടി വരുന്നത് കൊണ്ട് ജോലിക്കും മറ്റുമൊക്കെ പോകുമ്പോൾ മറ്റൊരാളിനെ കൂടി, ഒരു പരിചരണത്തിന് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ കൂടി കണ്ടെത്തുകയും അങ്ങനെ നോക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. നിശബ്ദമായി ആണ് വാപ്പ കിടക്കുന്നത്. ട്യൂബിലൂടെയൊക്കെ ഫുഡ് നൽകുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ ആവുമ്പോൾ ഈ വയ്യാതിരിക്കുന്ന വാപ്പയെ കിടത്തിയിട്ട് പലപ്പോഴും ഔദ്യോഗിക ജോലികളുമൊക്കെയായി, അന്ന് കയർഫെഡിലെ മാനേജിംഗ് ഡയറക്ടറോ മറ്റോ ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ അതിനൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പല കച്ചവട ആവശ്യങ്ങൾക്കും എക്സിബിഷന് വേണ്ടിയുമൊക്കെ പോകേണ്ടി വരുമ്പോൾ സത്യത്തിൽ വളരെ ആരോടും പറയുന്നില്ലെങ്കിലും ഹൃദയത്തിനകത്ത് വലിയൊരു വേദനയോടെയാണ് അതിനുവേണ്ടി പോകാറുള്ളത്. അങ്ങനെ ഒരു തവണ കയർഫെഡിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയായ SL സജീവ്കുമാർ സാറെന്ന് പറഞ്ഞ ഇപ്പോൾ CPMൻ്റെ കുണ്ടറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. പോകുമ്പോഴും ഞാൻ അദ്ദേഹത്തിനോടും വാപ്പയുടെ ഒരു സ്ഥിതിയും അതിൻ്റെ ഒരു വേദനയും ഒക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്കെല്ലാവരോടും അത് വല്ലാതെ പറയാനോ പങ്കുവെക്കാനോ ആവില്ല. വീട്ടിലൊക്കെ നമ്മൾ വലിയ കരുത്തോടെ, പ്രതീക്ഷയോടെ എല്ലാം മാറുമെന്ന വിശ്വാസം ഉമ്മയ്ക്കും അതുപോലെ സഹോദരങ്ങളോടുമൊക്കെ പറഞ്ഞു വേണം നമ്മളതിലിങ്ങനെ നിൽക്കാൻ. പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വേദന പലപ്പോഴും ഉണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങൾ വിദേശത്ത് പോകുന്നു. അങ്ങനെ പോകുന്ന വേളയിൽ വാപ്പയുടെ ഒരു സ്ഥിതിയും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കി പോകുമ്പോൾ യഥാർത്ഥത്തിൽ വാപ്പയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ തോന്നിയ ആ ഭാഗങ്ങളിലൊക്കെയും നമുക്കും ബുദ്ധിമുട്ടും വേദനയും ഒക്കെ അനുഭവപ്പെടുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് അന്നുണ്ടായത്. അന്ന് പോയി യഥാർത്ഥത്തിൽ 5-6 ദിവസത്തേക്കാണ് പോയതെങ്കിലും 3-4 ദിവസങ്ങളായപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ചിന്ത, മടങ്ങിപ്പോകണം, വേഗം മടങ്ങിപ്പോകണം എന്നൊരു ചിന്തയുണ്ടായി. വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു എന്നത് മാത്രമാണ് അത്തരമൊരു ചിന്തയ്ക്ക് കാരണം. അങ്ങനെ വളരെ പെട്ടെന്ന് ഞങ്ങൾ ടിക്കറ്റ് മാറ്റിയെടുത്താണ് ഞാനും അദ്ദേഹവും കൂടി തിരിച്ച് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഫോൺ ഓണാക്കുമ്പോൾ ആദ്യം വരുന്നത് ജ്യേഷ്ഠൻ്റെ ഫോണാണ്. വാപ്പയ്ക്ക് സുഖമില്ലാതെ വന്നു, പെട്ടെന്ന് അടുത്തുള്ളൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. കൺപോളകൾ പിന്നെ അടയുന്നില്ല. അങ്ങനെ തുറന്നിരിക്കുന്നു. ഏതാണ്ട് നിശബ്ദമായി ഡോക്ടർ എല്ലാവരോടും കയറി കണ്ടുകൊള്ളാനൊക്കെ പറയുന്നു. അവിടെ ചെന്നിങ്ങനെ ഞാൻ ചെന്നിട്ട് വാപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുലുക്കി വിളിക്കുമ്പോൾ അങ്ങനെ തുറന്നിരുന്ന ആ കൺപീലികളൊന്ന് വെട്ടുകയും വെള്ളം കൊടുത്തു ആ കണ്ണുകൾ അടയുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവസാനം വരെ കേൾക്കുന്ന, പ്രവർത്തിക്കുന്ന അവയവം കാതുകളാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സുഖമില്ലാതെ കിടക്കുമ്പോഴും അവസാന നിമിഷങ്ങളിലുമൊക്കെയും അവരുടെ കാതുകളിലേക്ക് ഇത്തരമൊരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് കേട്ട ദുബൈയിലുള്ള കമറുദ്ദീൻ എന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് അയച്ചു തരികയുണ്ടായി.
ആ ഓഡിയോ ക്ലിപ്പ് കൂടി കേട്ടപ്പോഴാണ് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ അനുഭവിച്ച ഒരു ഭൂതകാലത്തിലേക്ക് പോയതും ഇത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. അസ്സലാമു അലൈക്കും. ഞാൻ കമറുദ്ദീൻ ഖാൻ. ഈ മരണത്തിൻ്റെ സമയത്ത് കാതിൽ മന്ത്രിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ആ ഒരു കണ്ടുപിടുത്തം ആ ഒരു വാക്ക് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഒരു ഇത് തോന്നി. കാരണം എന്താ പറയുക, എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. ഞാനും ഈ അമ്മാവനായിട്ട് വളരെ എന്തോ ഒരു ബന്ധം. കാരണം വെച്ചാൽ അവർ എൻ്റെ ഉമ്മ മൂത്തതായിരുന്നു, താഴെയുള്ള 3 ആങ്ങളമാർ. അപ്പം ഞാനാണ് ആദ്യത്തെ കുട്ടി. അപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച ഒരു മാമനായിരുന്നു. പക്ഷെ അത് ഈ മരണം വരെ ആ ഒരു ബന്ധം നിലനിന്നിരുന്നു. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എന്നെ കാണുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം മൂപ്പർക്കൊന്നുമില്ല. അവസാനം ക്യാൻസറൊക്കെ പിടിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ഇവിടെ അമല ആശുപത്രിയിൽ ഒരു കുറച്ച് നാൾ ചികിത്സ ഉണ്ടായിരുന്നു. വളരെ ഇതായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയായിരുന്നു. അവസാനം അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ പാലിയേറ്റീവ് കെയറിൽ പിന്നെ അവരാണ് പിന്നെ നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ എന്നും ഈ ആശുപത്രിയിൽ ചെന്നാൽ എനിക്കറിയാം മൂപ്പർ എന്നെ കണ്ടാൽ കുറച്ച് സന്തോഷവാനാണ്. ഭയങ്കര പെയിനായിരുന്നു. ഈ കുടലിൻ്റെ ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു ഈ മലവും ഇതൊക്കെ, പൈപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ അത്രയും ഒരു ഇതായിട്ടുള്ള ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര. പക്ഷേ ഈ മൂപ്പർ കരയില്ല, അതിങ്ങനെ സഹിച്ച് നടക്കുന്ന മനുഷ്യൻ. അപ്പോൾ എന്നെ കണ്ടാൽ പിച്ചിരിക്കും. അപ്പോൾ എനിക്കിതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ ജോലിയൊന്നും ഇല്ലാതെയൊക്കെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെങ്കിൽ തന്നെ ഞാൻ എന്നും പോകുമായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഞാൻ പോയിട്ട് മണിക്കൂറുകളോളം അവിടെ നിൽക്കും. അപ്പോൾ അത്രയും ഒരു സമാധാനം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, റൂമിലുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് മടക്കി വീട്ടിലേക്ക് വന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. അപ്പോൾ ഒരു ദിവസം മരിക്കണം അന്ന് ഇതേമാതിരി ഞാൻ കുറച്ചൊരു ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്യാണ്ട് ഞാനും മുമ്പേ വീട്ടിലും എൻ്റെ വീടും തമ്മിൽ. അപ്പോൾ ഞാൻ തൃശ്ശൂരും അങ്ങേര് ഗുരുവായൂരിടുന്നു. അപ്പോൾ ഒരു 12:30 മണിയായപ്പോൾ മൂപ്പർക്ക് ഈ മരണത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇവർ കൈയൊക്കെ കെട്ടി, ചെറിയൊരു മിടിപ്പുണ്ട്, കണ്ണൊക്കെ അടച്ചു, കാലെല്ലാം അങ്ങനെ കൂട്ടി വെച്ചു, ഇതൊക്കെ ആക്കി അങ്ങനെ അതൊക്കെ കെടുത്തിരിക്കണം. അങ്ങനെ ആ ഒരു കിടപ്പ് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരു 12:30 തൊട്ടിട്ട് 2 മണിയായപ്പോൾ എനിക്ക് താഴെയുള്ള മാമൻ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട്, മാമയുടെ അവസ്ഥ കുറച്ച് വളരെ മോശമാണ്. 12:30 മണിക്ക് ശേഷം എന്നെ കണ്ണൊന്നും തുറന്നിട്ടില്ല, നീ ഒന്ന് വന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ ഈ ഇതേമാതിരി ഒരു 2:30 മണിയാകുമ്പോൾ 3:30 മണിക്ക് ഞാനവിടെ ചെന്നു. ഈ 3:30 മണി വരെ ആരും ഈ മൂപ്പര് കണ്ണ് തുറക്കുകയെ അപ്പോൾ ഈ മരിക്കണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈവൺ ഇപ്പോൾ ഈ കാലൊക്കെ ഉണ്ടല്ലോ, കാലൊക്കെ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ വെച്ച അതേമാതിരി ഇരിക്കുകയാണ്. അങ്ങനെ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മായിക്ക് അറിയാം എന്തെങ്കിലും തരത്തിൽ ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ മൂപ്പർക്ക് ഒരു ചലനം ഉണ്ടാവുക എന്നുള്ളത് മൂപ്പർക്ക് അറിയാം. പക്ഷെ അത് ആൾ മരിച്ചു കഴിഞ്ഞില്ലേ, അല്ല മരിച്ചു എന്നുള്ള എന്തോ ഒരു മിടിപ്പുണ്ട് ശരീരത്തിൽ. അങ്ങനെ അമ്മായി ഈ കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചെവിടിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ അമ്മായി പറഞ്ഞു, ദേ കമറു വന്നിരിക്കണ്, നിങ്ങളൊന്ന് കണ്ണ് തുറന്നേ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട്. താഴെയുള്ള അമ്മാവന്മാരും മറ്റുള്ള അമ്മായിമാരും അവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ മൂപ്പരെ ഇങ്ങനെ കെടുക്കല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ മൂപ്പരെ മുഖത്തേക്ക് ഫേസായിട്ട് ഇങ്ങനെ ഇതിനായിട്ട് ഇങ്ങനെ അഭിമുഖമായിട്ട് ഇങ്ങനെ മുഖത്തോട് ഇതാക്കിയിട്ട് നിന്നു. അങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ അമ്മായി ഇത് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ മൂപ്പര് കണ്ണ് മെല്ലെ ഇങ്ങനെ തുറന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു ഇതിങ്ങനെ ആലോചിക്കണം. അപ്പോൾ ചെവിടിൻ്റെ അടുത്താണ് കസാല സ്റ്റൂളിട്ടിരിക്കുന്ന അമ്മായി. ആ അമ്മായി ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ എല്ലാവരും കേൾക്കിച്ചില്ലെന്ന് പറഞ്ഞു, കമറ് വന്നിരിക്കുന്നു. അങ്ങനെ മൂപ്പരങ്ങനെ കണ്ണ് തുറന്നു. ഞാനിത് കണ്ടൊഴുക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. എല്ലാവർക്കും അറിയാം എന്നായിട്ടുള്ളതാണെന്ന്. കണ്ണ് തുറന്നെന്ന് കണ്ടു നോക്കുമ്പോൾ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുകയല്ലേ. അങ്ങനെ കണ്ണങ്ങോട്ട് തുറന്നു. കണ്ണിങ്ങനെ തുറന്ന് ഒരു മുക്കാൽ ഭാഗം തുറന്നിട്ടുണ്ടാവും. അപ്പോഴേ ഞാൻ കണ്ണിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഈ കണ്ണൻ്റെ കൃഷ്ണമണിയൊക്കെ ഡിസോർഡറിലാണ്, ഒന്നും ഓർഡറിലല്ല നിൽക്കണം. അപ്പോൾ മരിക്കുകയാണ്. കാരണം വെച്ചാൽ കണ്ണിൻ്റെ ഉണ്ണിയൊന്നും ഇപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ മാലക്കണ്ണുള്ള ആൾക്കാർ നോക്കണ മാതിരി ഒന്നിങ്ങനെ നോക്കി പുഞ്ചിരിച്ചൊന്നുമില്ല, ഒന്നിങ്ങനെ നോക്കിയിട്ട് കണ്ണടച്ചു.
അതോടി മരിച്ചു. ഞാൻ അങ്ങനെ സമനില തെറ്റിപ്പോയി. കാരണം എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും ഒരു അത്ഭുതം, ഇത് എന്താ ഇപ്പോൾ ഇത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനിതിങ്ങനെ കേട്ടപ്പോഴേ സത്യം എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു അത് ഏറ്റവും വലിയ സത്യമാണ്. ഈ പറഞ്ഞില്ലേ, ഈ ഷഹാദത്ത് കലിമൊക്കെ ചൊല്ലി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ എൻ്റെ 2 മാസം മുന്നേ എൻ്റെ അമ്മായിമ്മ അതേമാതിരി പെട്ടെന്നാണ്, അവർക്ക് വലിയ ഇതൊന്നും ഇടുന്നില്ല. പക്ഷേ ഭാര്യ ഇരുത്തിരുന്നിട്ട് ഈ ഷഹാദത്ത് കലിമ, കാരണം വെച്ചാൽ അവർ ഇതേമാതിരി തീരെ ബോധമില്ല, അങ്ങനെയുള്ള ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പറയണതല്ല പറയണത്. അപ്പം ഞാനൊരിക്കൽ ഒരു ദിവസം ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു ആൾക്കാരൊന്നും മനസ്സിലാവണില്ല അങ്ങനെ അങ്ങനെ. അപ്പം ഞാൻ ചെന്ന് അവരെടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അപ്പോൾ എടുത്ത വഴിക്ക് പറഞ്ഞു അത് എൻ്റെ മോളുടെ ഭർത്താവല്ലേ, എൻ്റെ പേരും പറഞ്ഞു. അപ്പം ഞാൻ കളിയാക്കി പറഞ്ഞു ഇവർക്ക് ബോധമില്ല, അറിയില്ല എന്നൊക്കെ പറയണത് എന്ന് അപ്പോൾ അത് മനസ്സുകൊണ്ടുള്ള ഇതാണ് അത്. പക്ഷേ ഈ അമ്മാമ്മൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിലൊരു ഇത് തന്നെയാണ്. ഞാൻ അത് എന്നും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴേ ഇതിങ്ങനെ കേൾക്കാൻ തോന്നാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിനാകെ ഒരു വിഷമായി. ഇൻഷാ അല്ലാ ഓക്കെ, അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, അസ്സലാമു അലൈക്കും. കേട്ടല്ലോ. അതുകൊണ്ട് നിശബ്ദമായി പോകുന്നവരെ നിശബ്ദമായി നമ്മളും ഉപേക്ഷിച്ച് കളയരുത്. അവരായിരിക്കും അവരുടെ കാതുകളിൽ നമ്മുടെ ശബ്ദം കേൾക്കാനും നമ്മളുടെ പ്രാർത്ഥന കേൾക്കാനും ഏറ്റവും കൂടുതൽ കൊതിക്കുക. അത് അപ്പോഴാണ് അവർക്ക് നൽകേണ്ടത്. അപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് നൽകുന്നതിൽ അർത്ഥമുള്ളത്. മറക്കാതിരിക്കാം.